സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനങ്ങളുടെ കേന്ദ്ര നികുതി വിഹിതം വർദ്ധിപ്പിക്കണമെന്നും നികുതി വിഹിതം 50% ഉയർത്തണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. Had demanded in its memorandum to the 15th Finance Commission that the preceding share of taxes to the distributed to the states need to be raised to 50% of the net proceeds, considering the persisting vertical fiscal imbalance between the taxing powers and expenditure obligations of the Union and the states. Many other states have made this demand before the earlier Finance Commissions also, as can be seen from the report of the 12th Finance Commission. The demand for a higher share for the states in the taxes collected by the Union is having continued relevance, and it is my request to the eminent scholars and colleagues who are here to formulate this in a concrete manner. വിജിൻ വായന്തോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് കോൺക്ലേവ് ചേരുന്നത്. 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ബിനു, എന്തായാലും 10 മണിക്ക് ആരംഭിച്ച കോൺക്ലേവ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ ധനമന്ത്രിയുടെ അധ്യക്ഷ മന്ത്രിമാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തെലങ്കാന, അതുപോലെ പഞ്ചാബ്, തമിഴ്നാട്, കർണാടക, കേരളം എന്നീ ധനമന്ത്രിമാരും ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടുന്നതാണ് കോൺക്ലേവ്. എന്തായാലും സാമ്പത്തികമായി ഒരു ഫെഡറലിസം ഉൾപ്പെടെ തകർത്തുകൊണ്ടുള്ള സാമ്പത്തിക ഫെഡറലിസത്തിന് മേൽ ഒരു വലിയ തരത്തിലുള്ള ഒരു വാൾമുനയായി കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പല നടപടികളും ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ കേരളം ഇങ്ങനെയൊരു കോൺക്ലേവിന് ആതിഥ്യം അരുളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം. മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമാക്കിയത് ഈ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം ഉൾപ്പെടെ വലിയ രീതിയിൽ വെട്ടിക്കുറക്കുകയാണ്. സംസ്ഥാനങ്ങൾ നൽകുന്ന നികുതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം. പക്ഷേ ആ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകാതെ വെട്ടിക്കുറക്കുകയാണ്. ഇത്തരമൊരു കോൺക്ലേവ് കൊണ്ട് 16ാം ധനകാര്യ കമ്മീഷനിൽ പല വിഷയങ്ങളും സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ കൂട്ടായി ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞതിന് സമാനമായ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. എന്തായാലും ഈ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ക്രോഡീകരിച്ച് ഈ 16ാം ധനകാര്യ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു കോൺക്ലേവ് സംസ്ഥാനം മുൻകൈയെടുത്ത് നടത്തുന്നത്. ബിനു, യെസ്, വിജിനാണ് കോൺക്ലേവ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.